അപ്പോ അവനവന്റെ ഭാര്യമാരോടുള്ള കടമ കടപ്പാടുകൾ നിർവഹിക്കൽ ദീനിൽ വുജൂബാണ്. അത് അല്ലാഹു നാളെ ചോദിക്കുന്ന വിഷയമാണ്. അല്ല, ഒരു നിലക്കും നമ്മൾ അമാന്തിച്ചിട്ട് കാര്യമില്ല. വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തൗബ ചെയ്തേക്ക്, ഒന്ന് കെട്ടിയോളോടൊക്കെ ഒന്ന് സോറി പറഞ്ഞേക്ക്. ഞാൻ അതുകൊണ്ടല്ലേ അടിച്ചത്, ഇതൊന്നും അള്ളാഹിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശറഈ വിരുദ്ധമായത് കണ്ടാൽ നമ്മൾക്ക് അവിടെ ഇടപെടാൻ പറ്റും. ശറഈന് വിരുദ്ധമായതല്ലാതെ അനാവശ്യമായി സ്വന്തം ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നാളെ പടച്ചവന്റെ പരലോകം നമുക്ക് നഷ്ടപ്പെടുവാപ്പാ. വളരെ സീരിയസ് വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായിട്ടാണ് അവിടുത്തെ ഭാര്യമാരോട് പെരുമാറിയത്. നേരത്തെ തുടക്കത്തിൽ ഒരു ഹദീസ് പറഞ്ഞു, മക്കൾ നന്നാകണമെങ്കിൽ കെട്ടിയോളോട് നല്ല പോലെ പെരുമാറണം. ഇത് 14 നൂറ്റാണ്ട് മുമ്പ് നുബുവത്തിന്റെ നാവിലൂടെ വന്ന വാക്കാണ്, അഷ്റഫുൽ ഖൽഖിന്റെ വാക്ക്. ആധുനിക ശാസ്ത്രം അത് പ്രൂവ് ചെയ്തല്ലോ. ഒരുപാട് ഇടങ്ങളിൽ നടത്തിയ പഠനത്തിലൂടെ സൈക്കോളജി അത് എഴുതി വെക്കുകയാണ്. നല്ല പെരുമാറ്റമായിരിക്കണം. ഒരു വാപ്പ മോളെ കെട്ടിച്ചേരുമ്പോ ആദ്യം പറഞ്ഞ ഡയലോഗ് മറന്നിട്ടുണ്ടോ? അല്ല പറഞ്ഞിട്ടാണ് എന്റെ മോളെ നിനക്ക് ഞാൻ തരുന്നത്. ഇവിടെ നല്ലതുപോലെ സംരക്ഷിക്കണം, വേദന കൊടുക്കാൻ പാടില്ല. നിനക്കതിന് പറ്റൂല എങ്കില് തിരിച്ചു തന്നേക്കണേ, അല്ലാതെ എല്ലാവർക്കും കൊട്ടാനുള്ള ചണ്ടയാക്കി ഇവളെ എടങ്ങേറാക്കരുതേ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വാപ്പ നമുക്ക് മോളെ തരുന്നത്. വളരെ സീരിയസ് മാറ്റർ ആണ്. നമുക്കൊരു മോളുണ്ട്, സ്വന്തം മോൾ ഒരുത്തിന് കെട്ടിച്ചെടുത്തു. ആ മോൾക്ക് എന്നും നരകമാണെങ്കിൽ വാപ്പമാരെ നമുക്കത് ഇഷ്ടപ്പെടുമോ? നമുക്കൊരു മോളുണ്ട്, ഒരുത്തനെ കെട്ടിച്ചെടുത്തു, എന്നും ഇടങ്ങാറാണെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? അതുപോലെ വേറൊരു വാപ്പയുടെ ഉമ്മയുടെ മോളാണ്, വേദനയും പ്രയാസവും കൊടുക്കാൻ ദീനിൽ യാതൊരു ഓപ്ഷനും ഇല്ല. ഹബീബിന്റെ മുന്നിലേക്ക് ഒരാൾ കടന്നു വന്നു, ഭാര്യനെ ത്വലാഖ് ചൊല്ലട്ടെ എന്ന് സമ്മതം ചോദിച്ചപ്പോ നബി തങ്ങൾ കൊടുത്ത മറുപടി, മോനെ വേണ്ട, ചില സ്വഭാവ മാറ്റങ്ങൾ നടത്താൻ പറഞ്ഞു. നിന്റെ ഭാര്യയോട് നീ ദേഷ്യപ്പെടരുത്, ദേഷ്യം പിശാചിൽ നിന്നുള്ളതാണ്. നീ ഓളോട് നീ ചൂടാകരുത്, ദേഷ്യപ്പെടരുത്, നീ ദേഷ്യം വെക്കരുതേ. ആ മനുഷ്യൻ തിരിച്ചുപോയി. കുറച്ച് നാള് കഴിഞ്ഞ് ഭാര്യനെ കൂട്ടിയാ വന്നത്. നബിയേ, അങ്ങയുടെ ഉപദേശം ഞാൻ പരിഹാരം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, എന്റെ ജീവിതം മനോഹരമാണ്. ഇപ്പോഴാണ് എന്റെ ഭാര്യന്റെ സ്നേഹം തിരിച്ചറിഞ്ഞത്. അന്ന് എനിക്ക് മടുപ്പായിരുന്നു നബിയേ എന്ന് ഹബീബിനോട് സന്തോഷവാർത്ത പറയുകയാണ്. നബി തങ്ങൾ കൊടുത്തില്ല, നീ ചൂടാകരുത്, ദേഷ്യം പിടിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഫഇന്നൽ ഗളബ മിനശ് ശൈത്താൻ. കിതാബിലുള്ള ഹദീസാണത്. ദേഷ്യം വന്നാൽ വുളൂ ചെയ്തോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്നോ. ഇരുന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടന്നോ, അല്ലാതെ ദേഷ്യത്തിൽ തുടരുതേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സീരിയസ് ആയിട്ട് വാപ്പമാരെ മനസ്സിലാക്കണം. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലായി, ഭാര്യനെ മടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ ചോദ്യമാണ് ഉമർ ഖത്താബ് തങ്ങളെ അടുത്ത് വന്ന് ചോദിച്ചത്. യാ അമീറൽ മുഅ്മിനീൻ, ഉമർ എന്നവരെ, എന്റെ ഭാര്യനെ എനിക്ക് മടുത്തു ഉമർ എന്നവരെ. ഉമർ ഖത്താബ് തങ്ങളോട് ചോദിക്കാണ്, ഇതല്ലേ സമ്മതം തരുമോ, എന്റെ ഭാര്യനെ ഞാൻ ത്വലാഖ് ചൊല്ലി പറഞ്ഞു വിടട്ടെയോ? ഉമർ ഖത്താബ് തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ചെന്നു, വടിയെടുത്ത് അടിച്ചോടിക്കുകയാണ്. കുറച്ച് നാള് കഴിഞ്ഞ് പിന്നെയും വന്നു അദ്ദേഹം. യാ അമീറൽ മുഅ്മിനീൻ, പറ്റുന്നില്ല ഉമർ എന്നവരെ, എനിക്കെന്റെ ഭാര്യനോട് സ്നേഹം തോന്നുന്നില്ല. മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞ വാക്ക് കിതാബിലുണ്ട്. നീ വിചാരിക്കുന്നുവോ എല്ലാ വീട്ടും ബുനിയ അലൽ ഹുബ്, എല്ലാ വീടും സ്നേഹം കൊണ്ട് എടുക്കപ്പെട്ടതാണെന്ന് കരുതുന്നുണ്ടോ? എല്ലാ വീട്ടിലും എപ്പോഴും പ്രേമം പൂത്തുലയുകയാണെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയുള്ള വീടില്ല മോനെ. പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാകും, അത് പരസ്പരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു വിടുകയാണ്. രണ്ടാമതും സുബ്ഹാനല്ലാഹ്, നീ വിചാരിക്കുന്നുണ്ടോ എല്ലാ വീടും ബുനിയ അലൽ ഹുബ്ബ് എന്നാ പറഞ്ഞത്? സ്നേഹം കൊണ്ട് കെട്ടിപ്പൊക്കിയ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും സ്നേഹം പൂത്തു നിൽക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല വീടാണ്. സുബ്ഹാനല്ലാഹ്, ഒരാണും പെണ്ണുമാണ്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇത് നമ്മളൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എന്നും ഇങ്ങനെ പ്രേമം പൂത്തുചിലഞ്ഞൊന്നും ഒരു വീട്ടിലും നിൽക്കൂല. അവിടെ ആണുങ്ങൾ സ്വന്തം ജീവിത പങ്കാളിനോട് കാണിക്കേണ്ട റെസ്പെക്റ്റും മര്യാദയുണ്ട്. മുആവിയത്ത് ബിൻ ഹൈദ തങ്ങൾ നബി തങ്ങളോട് ചോദിക്കാണ്, മുആവിയത്ത് ബിൻ ഹൈദ, മുആവിയത്ത് ബിൻ ഹൈദ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന വിഷയം ഹദീസ്. യാ റസൂലല്ലാഹ്, നബിയെ, ഭാര്യമാരോട് എങ്ങനെ നമ്മൾ പെരുമാറേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, 5 കാര്യം ചെയ്യണം. നീ
ഒരിക്കലും നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭാര്യക്ക് നീ ഫുഡ് കഴിച്ചാൽ ഭാര്യക്ക് ഫുഡ് കൊടുക്കണം. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. നീ ഡ്രസ് ഉടുത്താൽ നിന്റെ ഭാര്യക്ക് കൊടുക്കണം. നമ്മളും കൊടുക്കുന്നുണ്ട്. നമ്മളെ ഭാര്യന്റെ അൽമാരയിലൊക്കെ ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഭാര്യമാർക്ക് ഡ്രസ്സ് കൊടുക്കുന്ന വിഷയത്തിലൊന്നും പിശുക്ക് വേണ്ട എന്നാണ് നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഏറ്റവും കൂടുതൽ സമ്മാനം കൊടുക്കേണ്ടത് ആർക്കാ നബി എന്ന് ചോദിച്ചു. മക്കൾക്കാണോ, കൂട്ടുകാർക്കാണോ, അതല്ല ഭാര്യക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി സ്വന്തം ഭാര്യക്കാണ് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ ജീവിതത്തിൽ കൊടുക്കേണ്ടത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖദീജ ബീവി പ്രസവിച്ച് കിടക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. ഖദീജ ബീവി പ്രസവിച്ച് കിടക്കുമ്പോൾ കുട്ടിക്ക് കുറെ ഗിഫ്റ്റുകളായിട്ട് ആളുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് കുട്ടികൾക്കല്ല, ബീവിക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്. ഖദീജ ബീവിക്കാണ്. ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷം നബി തങ്ങളുടെ വീട്ടിലേക്ക് സമ്മാനപ്പൊതിയായിട്ട് ആരെങ്കിലും വന്നാൽ അതിൽ നിന്നൊരു പങ്ക് ബീവിക്ക് വേണ്ടി മാറ്റിവെക്കും. എന്ന് വെച്ചാൽ ബീവിന്റെ കൂട്ടുകാരികൾക്ക് അതിൽ നിന്നൊരു പങ്ക് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ നബി തങ്ങൾ അങ്ങനെയാണ് അവിടുത്തെ ഭാര്യമാരോടൊക്കെ എല്ലാവരോടും പെരുമാറുന്നത്. അപ്പൊ സമ്മാനങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടത് ഭാര്യമാർക്കാണ്. അപ്പൊ നമ്മൾ വസ്ത്രം ആ വിഷയത്തിലൊക്കെ വല്ലാണ്ട് പിശുക്ക് കാണിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന ശരീരം മറയുന്ന നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് മേടിച്ചു കൊടുക്കണം. ഇതെല്ലാം മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടണോ നല്ല ദീൻ പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള ജീവിതം മനോഹരാക്കണം. ജീവിതത്തിൽ ഒരു യാത്ര പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളത് മൊത്തം സമ്പാദ്യം മൊത്തം മക്കൾക്ക് വേണ്ടി പാത്ത് വെച്ച് വാപ്പ മരിച്ചുപോയി. 10 ഏക്കർ വാപ്പക്ക് ഭൂമിയുണ്ട്. മക്കള് ഈ ഭൂമിയുടെ പേരിൽ തല്ലൂടുന്നു. ഇങ്ങനെ ഒരു ന്യൂസ് ഇപ്പൊ അടുത്ത് കേട്ടത്. മസ്ലഹത്തിന് വേണ്ടിയിട്ട് പോയ ഒരാള് സങ്കടം പറഞ്ഞ കാര്യം. 10 ഏക്കർ ഭൂമിയുണ്ട്. 10 ഏക്കർ ഭൂമി. ആ ഭൂമിക്ക് വേണ്ടി മക്കള് തല്ലൂടാണ്. എനിക്ക് അവിടുത്തെ ഭൂമി വേണം, എനിക്ക് ഈ സ്ഥലം വേണം എന്ന പേരിൽ. വാപ്പയാണെങ്കിലോ ജീവിച്ച് കഷ്ടപ്പെട്ട് മരിച്ചും പോയി. ഒരു ഉംറയും ചെയ്തില്ല, ഹജ്ജും ചെയ്തില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവനവന്റെ ഇണയുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഒരു പരിശുദ്ധിയും നന്മയൊക്കെ കൊണ്ടുവരണം. ജീവിതം മൊത്തം മക്കൾക്ക് വേണ്ടി ജീവിച്ചു തീർക്കാൻ ഒരു ദീനും ഒരള്ളയും റസൂൽ ആരും പറഞ്ഞിട്ടില്ല. അവനവന്റെ ജീവിത പങ്കാളിയോടുള്ള കടമയും കടപ്പാടുകളും ഭംഗിയിൽ നിർവഹിക്കണം. അതിനുശേഷമാണ് മക്കളോടുള്ള വിഷയം ദീനിൽ വരുന്നത്. ഒരു പ്രാർത്ഥന ഉമ്മയ്ക്കും വാപ്പയ്ക്കുമാണ് ഒന്നാമത് പ്രാർത്ഥിക്കേണ്ടത്. ഇലാ യൗമിൽ ഖിയാമ, അവസാനം വരെ, മരണം വരെ ദീനിന്റെ നിയമം. ഏറ്റവും ഒന്നാം സ്ഥാനം ആണുങ്ങളെ നമ്മുടെ പരിഗണന ഉമ്മയും വാപ്പയാണ്. ഉമ്മയും വാപ്പയും കഴിഞ്ഞിട്ട് വേറെ ആരുമില്ലു. ഒന്നാം സ്ഥാനത്ത് വാപ്പയും ഉമ്മയും വാപ്പയുമാണ്. അത് കഴിഞ്ഞ് മൂന്നാമത് ആരാണ് നബിയേ? നബി തങ്ങൾ പറഞ്ഞു നിന്റെ ഭാര്യയാണ്. ഹബീബിനോട് ചോദിച്ചു, നബി അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാരാണ് നബിയേ? നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ജീവിച്ചവരോ മരിച്ചവരോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം. നബി തങ്ങൾ പറഞ്ഞു എന്റെ ഭാര്യമാരെയാണ്. ആയിഷ ബീവിയാണെന്നൊരു ഹദീസ്. മറ്റൊരു ഹദീസിൽ എന്റെ ഭാര്യമാരെയാണ് അങ്ങനെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നബി തങ്ങളുടെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഉമ്മയും വാപ്പയും മരിച്ചുപോയ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലെ ഏറ്റവും നിങ്ങൾ സ്നേഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും ആരെ? അള്ളയും റസൂലും കഴിഞ്ഞാൽ എന്റെ ഉപ്പമാരെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ കാര്യമാണ് പറയുന്നത്. വാപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ ഉമ്മയും ഉപ്പയും ഒന്നാം സ്ഥാനം. അത് കഴിഞ്ഞാൽ ഭാര്യയാണ്. സ്വന്തം ഭാര്യക്കാണ് സ്ഥാനം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് മക്കൾ. അങ്ങനെയാണ് നിയമം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ചല്ലോ ഒരാള്, കുറച്ച് ആളുകൾ ചോദിച്ചു അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. നബി തങ്ങൾ പറഞ്ഞു എന്റെ ഭാര്യമാരെ. ഈ ഹദീസ് മദീനയിൽ ഫ്ലാഷായി. ഫാത്തിമ ബീവിന്റെ അടുത്തേക്ക് ആളുകൾ ചെന്ന് പറഞ്ഞു, ഫാത്തിമ നിങ്ങളുടെ ഉപ്പാക്ക് ഇഷ്ടം നിങ്ങളെക്കാൾ ഉപ്പാന്റെ ഭാര്യമാരോടാണ്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, വല്ലാതെ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന മോളാണ് ഹബീബിന്റെ ഫാത്തിമ ബീ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ ഫാത്തിമ. ആരാണോ അവരെ ഇഷ്ടപ്പെടുന്നത് അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ആ ഫാത്തിമ ബീവിയോട് ഒരുപാട് പെണ്ണുങ്ങൾ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ വാപ്പാക്ക് നിങ്ങളെക്കാൾ ഇഷ്ടം വാപ്പാന്റെ ഭാര്യമാരെയാണ്. ഫാത്തിമ ബീവി കരഞ്ഞ് നബി തങ്ങളോട് പോയി പരാതി പറഞ്ഞു, നബിയെ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ഞാനാണോ അതല്ല ഭാര്യമാരാണോ? നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ഭാര്യമാരാണ്. ഫാത്തിമ പൊട്ടിക്കരഞ്ഞു. അലിയാര് തങ്ങൾ ഭർത്താവിന്റെ അടുത്ത് പോയി പൊട്ടിക്കരയാണ്. അലിയാര് തങ്ങൾ നബി തങ്ങളുടെ അടുത്ത് പരാതിയായിട്ട് വന്നു. നബി തങ്ങൾ പറഞ്ഞു, ലാ തുഅ്ദീനി, എന്നെ ഇടങ്ങേറാക്കരുതേ, എനിക്ക് എന്റെ മക്കളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഭാര്യമാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ട സംഭവങ്ങൾ ഒരുപാട് വേറെയുണ്ട്.